ആൾക്കാരോട് വഴി ചോദിച്ച് ഞാൻ ഹാംലേസും ലൈഫ് സ്റ്റൈലും ഒക്കെ ഉള്ള ആ ഭാഗത്തോട്ട് നടന്നു. ഇവിടെ നല്ല പിങ്ക് നിറത്തിൽ ഒരുപാട് ഡെക്കറേഷൻസ് ഉണ്ട്. അവിടെ നിന്ന് ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. എനിക്ക് പിന്നെ ഫോട്ടോ എടുത്ത് തരാൻ ആരും ഇല്ലായിരുന്നു. ലൈഫ് സ്റ്റൈലിലാണ് ഞാൻ ആദ്യം പോയത്. അതിനിടയ്ക്ക് ഞാൻ എൻ്റെ മേക്കപ്പ് ഒന്ന് കണ്ട് ആസ്വദിക്കുകയാണ്. മേക്കപ്പ് ഫോർ എവറിൻ്റെ ഫൗണ്ടേഷൻ നന്നായിട്ട് തന്നെ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ലൈഫ് സ്റ്റൈൽ കയറിയിട്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും വാങ്ങിക്കണമെന്ന് തോന്നിയില്ല. ഞാനൊരു ബെൽറ്റ് മാത്രം വാങ്ങി. അതിനുശേഷം മ്യൂജി എന്ന് പറഞ്ഞ ഈ ഷോപ്പിൽ കയറി അതേപോലെ തന്നെ തിരിച്ചിറങ്ങി. അവിടെ കിഡ്സിൻ്റെ സെക്ഷനേ ഇല്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ H&M കണ്ടിട്ട് അങ്ങോട്ട് പോകണമെന്ന് വിചാരിച്ചാണ് ഇറങ്ങുന്നത്. ഈ H&M എവിടെയാണെന്ന് പോലും മനസ്സിലാവുന്നില്ല. ഒരു മൂലയ്ക്കാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഫാബിൻ്റെ കണ്ടു. അങ്ങോട്ട് കയറി അവിടെ നിന്നും കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. H&M ഒരു മൂലയ്ക്ക് കൊണ്ടുവച്ചിരിക്കുന്നു. ആരും ശ്രദ്ധിക്കുക പോലുമില്ല. ഏതായാലും H&M കയറി കിഡ്സ് സെക്ഷനിൽ ചെന്നപ്പോൾ തന്നെ എനിക്ക് നിരാശയായിരുന്നു. കാരണം ഇങ്ങനെ ഡള്ളായിട്ടുള്ള കുറേ ക്ലോത്ത്സ് എല്ലായിടത്തും ഒരേപോലത്തെയാണ്. ബോറാണ് സത്യം പറഞ്ഞാൽ. H&M കയറിയാൽ തന്നെ എനിക്കൊന്നും തന്നെ ഇഷ്ടപ്പെട്ടില്ല. ഒന്നും വാങ്ങിക്കണമെന്ന് തോന്നിയില്ല. അവിടെ നിന്ന് ഇറങ്ങി. അതിനുശേഷം പാൻറ്റലൂൺസിൽ പോകാമെന്ന് വിചാരിച്ച് വീണ്ടും നടക്കുമ്പോഴാണ് നമ്മുടെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കാണുന്നത്. ഏതായാലും പാൻറ്റലൂൺസിൽ നിന്ന് ഞാനൊരു ക്ലോത്തിൻ്റെ ടോട്ട് ബാഗും പിന്നെ കുട്ടികൾക്ക് വേണ്ടി ആക്സസറീസ് വാങ്ങിച്ചു. അതിനുശേഷം ചായൂസ് കണ്ടപ്പോൾ എനിക്ക് കാപ്പി കുടിക്കണമെന്ന് തോന്നി. പൊടി ഇഡലിയും കുറേയാണ് അവർ തന്നത്. ഞാൻ ഫുൾ കഴിച്ചില്ല. ബ്ലാക്ക് കോഫിയാണ് ഞാൻ പിന്നെ കുടിച്ചത്. അതിനുശേഷം ഞാനൊരു ക്യാബ് ബുക്ക് ചെയ്ത് ഇവിടെ വന്ന് നിന്നു. പക്ഷേ പിക്കപ്പ് പോയിൻ്റ് വേറെ എവിടെയാണ് അയാൾ വന്നത്. പിന്നെ നടന്ന് ചെന്ന് കയറി. ഈ ബോംബെയിൽ ഒരു കോൺട്രാസ്റ്റ് കാണുകയാണെങ്കിൽ ഈ മോൾ കഴിഞ്ഞിട്ട് വരുന്ന സ്ഥലങ്ങളിലെല്ലാം ഇങ്ങനത്തെ ചോൾസും ലോവർ മിഡിൽ ക്ലാസ് ആൾക്കാരുടെ ഭയങ്കര ഇടുങ്ങിയ വീടുകളുമാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മേക്കപ്പ് വീണ്ടും ആസ്വദിക്കുകയാണ്. മേക്കപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മേക്കപ്പ് ഫോർ എവറിൻ്റെ ഫൗണ്ടേഷൻ ഇനി ഞാനിത് റിപ്പീറ്റഡ് ആയിട്ട് വാങ്ങിക്കുന്ന ഒരു ഫൗണ്ടേഷൻ ആയിരിക്കും. എൻ്റെ ടീ സോൺ ഒന്നും തന്നെ ഓയിലി ആയിട്ടില്ല. പറഞ്ഞു വന്നത് ഈ ഫ്ലൈ ഓവറിൻ്റെ അവിടെയൊക്കെ എത്തുമ്പോഴത്തേനും നല്ല ഭംഗിയാണ്. സൈഡിലോട്ടൊക്കെ നോക്കിയാൽ കാണാൻ തന്നെ നല്ല വിശാലമായിട്ടുള്ള റോഡും. അവിടെ റെയ്മണ്ട്സിൻ്റെ ഹൗസാണ് കാണുന്നത്. ഞാൻ ആദ്യം എന്തോ കടയാണെന്ന് വിചാരിച്ചു. പക്ഷേ അവരുടെ വീടാണെന്ന് പിന്നെയാണ് മനസ്സിലായത്.